സ്പാർക്കുമായിട്ട് ഒരു കുറച്ചധികം നാളത്തെ അസോസിയേഷൻ ഉണ്ട്. എനിക്ക് CDPO ഒരു ആസ്പിറന്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അവിടെ നിന്ന് ഇപ്പം സ്പാർക്കിന്റെ മൂന്നാമത്തെ കോഴ്സിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് DDMOയിലും ICDSലും കോച്ചിങ്ങിന് പാർട്ടാവാൻ സാധിച്ചു. ഇതിപ്പം നിങ്ങളുടെ മുമ്പിൽ പ്രൊബേഷൻ ഓഫീസറിന്റെ കോച്ചിങ്ങും പാർട്ടാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറൽ ആയ കുറച്ച് കാര്യങ്ങൾ, ബേസിക്കലി ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങളും അങ്ങനത്തെ കുറച്ച് ജനറൽ ആയ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെ പോലുള്ള, എന്നെ പോലെ, നിങ്ങളെ പോലെ ഒക്കെയുള്ള ഒരു PSC ആസ്പിറൻസിന് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ICDSന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ്സ് ഓൾറെഡി വന്നു. അതിന് കൂടെ തന്നെയാണ് നമുക്ക് പ്രൊബേഷൻ ഓഫീസറിനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൂടെ നമുക്ക് അവസരം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ റെഗുലർലി PSC ഫോളോ ചെയ്യുന്നവർക്കറിയാം, നോട്ടിഫിക്കേഷൻസ് വരുന്നതും നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് വരുന്നതും വളരെ കുറവാണ്. ഇപ്പം സബ്ജക്ട് ഫോക്കസ് ചെയ്ത് ആണ് ഞാൻ ഈ പറയുന്നത്. ജനറൽ എക്സാംസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ 10th ലെവൽ എക്സാംസ് വെച്ചുകൊണ്ട് മാത്രമല്ല, സബ്ജക്ട് ബേസ് ചെയ്ത് പറയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് വരുന്നത് കുറവാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് നോക്കുമ്പോൾ സോഷ്യൽ വർക്കും സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് എഴുതാൻ പറ്റിയ എക്സാംസ് ഒരുപാട് വന്നൊരു ടൈമാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, ഈ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇനി എന്ന് PSC വിളിക്കും, PSC വിളിച്ചാൽ തന്നെ എത്ര വേക്കൻസി ഉണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും അതിന്റെ മാക്സിമത്തില് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത് മാക്സിമം കൊടുത്ത് നമ്മളുടെ 100% കൊടുത്ത് അറ്റംപ്റ്റ് ചെയ്യാം. ഇനി നാളെ നിങ്ങൾക്ക് തോന്നരുത്, അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ, അന്ന് കുറച്ചുകൂടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അത്രയും വരില്ല. ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് വരാം. നമ്മൾ എഴുതുന്ന ടൈമിൽ ചിലപ്പം വേക്കൻസി നല്ലതുണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പം പണ്ടുണ്ടായിരുന്ന അത്ര വേക്കൻസി വരാതിരിക്കാം. നമുക്കറിയാവുന്നതിലും ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലേക്ക് വരാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മളുടെ 10% കൊടുത്ത് നാളെ റിഗ്രറ്റിന് ഒരു ചെറിയ ഒരു ശതമാനം പോലും റിഗ്രറ്റിന് ജോലി കിട്ടുമോ കിട്ടിയില്ലോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ബട്ട് നാളെ നമ്മൾ ആലോചിക്കുമ്പം നമുക്ക് 1% പോലും റിഗ്രറ്റിന്റെ ഒരു ചാൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും വന്നതെന്നറിയാം. അതിന് തന്നെ നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്, പഠിക്കാനായിട്ട് നിങ്ങൾ എടുത്ത ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു, അതിന്റെ ഒരു ഫസ്റ്റ് സെഷന് ക്ലാസ്സിന് നിങ്ങൾ കൃത്യമായിട്ട് വരുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് യു ഹാവ് ടേക്കൺ. അതിന് ഞാൻ ആദ്യം തന്നെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്. യു ഹാവ് ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇവിടുന്ന് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ. ഇനി ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എടുക്കുന്ന ടോപ്പിക്സിൽ ഒരു പോർഷൻ എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം തരാം. അപ്പൊ ടുവേർഡ്സ് ദി എൻഡിലേക്ക് ഞാൻ പോകുന്നില്ല. ഓരോ ടോപ്പിക്സ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം തരാം. അതിനുശേഷം നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സസും തന്നെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. രേഷ്മ മാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആക്കും. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡഡ് സെഷൻസ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമെങ്കിലും എന്റെ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നാത്ത ഡൗട്ട് നമ്മൾ ഡെഫിനറ്റ്ലി പഠിച്ചു തുടങ്ങുമ്പോൾ കേൾക്കും. അപ്പൊ അന്നേരം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നിയാലും നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാം. ഓക്കെ. ഇനി എനിക്ക് അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൂടെ ഒരു ഡൗട്ട് ഉള്ളതാണെങ്കിൽ റെഫർ ചെയ്തിട്ടാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡൗട്ട്സിന് ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും. കുറച്ച് അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാനുള്ള ടൈം എനിക്ക് തന്നാൽ മതി. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, പ്രിപ്പയർ ചെയ്യുമ്പം പലർക്കും ഉള്ള ഡൗട്ടാണ്, ഞാൻ ഇത് പഠിച്ചാൽ മതിയോ, ഇനി ഞാൻ എന്തെങ്കിലും കൂടെ വായിക്കണോ, അല്ലെങ്കിൽ PSC ഇങ്ങനെ ചോദിക്കുമോ. അപ്പൊ ഇതാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ വിചാരിക്കുന്ന മറ്റൊരു കാര്യം. ഇപ്പം സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കാണാം, സൈക്കോളജി സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ കാണാം, സബ്ജക്ട് അറിയാമെങ്കിലും സബ്ജക്റ്റിനോട് ഇഷ്ടമില്ലാത്തവർ കാണാം. പക്ഷെ നമുക്ക് PSC സിലബസിന്റെ പാർട്ടായിട്ട് സൈക്കോളജിയുടെ ചില ടോപ്പിക്സ് വരുന്നുണ്ട്, നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാല്, ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്ലൈഡ്സിനകത്ത് നിങ്ങൾക്ക് പോകേണ്ട പോയിന്റ്സ് ഉണ്ടാകും, നിങ്ങൾ പഠിച്ചു പോകേണ്ട പോയിന്റ്സ് ഉണ്ടാകും. ആ പോയിന്റ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾ തരുന്ന മെറ്റീരിയൽസ് കൂടെ ഒന്ന് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളിപ്പോ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ജസ്റ്റ് ഒരു കാഷ്വൽ റീഡിങ്ങിൽ പോകുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ഒരുവിധം പഠിച്ചവർക്ക് എഴുതാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും.
അപ്പൊ ഇങ്ങനെ പഠിച്ചെഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തവർ എഴുതി അങ്ങനെയുള്ളവർ നമ്മൾ ലിസ്റ്റിലേക്ക് വരും. പക്ഷെ നമുക്ക് നല്ല റാങ്ക് വരണമെങ്കിൽ അതിനാണ് നമുക്ക് ചില റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് നിങ്ങളുടെ എക്സ്ട്രാ റീഡിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ആ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കോൺഫിഡന്റ്ലി ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോപ്പ് റാങ്ക്സിൽ എത്താൻ പറ്റുന്നത്. അപ്പൊ നമ്മളുടെ ഉദ്ദേശം ഒരു ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ളതല്ല, പകരം ടോപ്പ് റാങ്ക്സിൽ എത്തിയിട്ട് ജോലിയിലേക്കുള്ള നമ്മളുടെ ദൂരം കുറയ്ക്കുക, ആ പോസ്റ്റിലേക്ക് എത്താനുള്ള നമ്മളുടെ ദൂരം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ എക്സ്ട്രാ റീഡിംഗ് പറയുമ്പോഴും പലർക്കും ഉള്ളൊരു ടെൻഷനാണ്, ഇത് മതിയാകുമോ വായിച്ചത്, ഇനിയും വായിക്കണോ. ഈ ടെൻഷനിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ തന്നെ ഒരുപാട് കാർഡ് കയറി വായിച്ചു പോകും. നമുക്ക് അതിന്റെയും ആവശ്യമില്ല. കാരണം നമ്മൾ ഈ പഠിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ സോഷ്യോളജിക്കാര് സോഷ്യൽ വർക്ക് പഠിക്കുന്നുണ്ടാവും. സോഷ്യൽ വർക്ക് സോഷ്യോളജിയുടെ ടോപ്പിക്സും കവർ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ടല്ലേ, സൈക്കോളജിയുടെ ടോപ്പിക്സും കവർ ചെയ്യണം. അപ്പൊ ഇതില് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഫ്രെയിം വർക്ക് സ്പാർക്കിന്റെ ഫാക്കൽറ്റി നിങ്ങൾക്ക് തരും. അത് വെച്ചുകൊണ്ട് എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ള ഗൈഡൻസും സ്പാർക്കിന്റെ ഫാക്കൽറ്റി തരും. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ആൻസൈറ്റി കാരണം, ഞാൻ ഈ പറയുന്ന എന്റെ എക്സ്പീരിയൻസസിലൂടെയാണ്. നമ്മൾ എപ്പോഴും ഒരു നല്ല സ്റ്റുഡന്റ് ആയിരിക്കുമല്ലോ ഒരു ടീച്ചറായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൂടെ വെച്ചാണ് ഈ പറയുന്നത്. നമുക്ക് ആ നമ്മുടെ ആൻസൈറ്റീസ് പലപ്പോഴും നമ്മളെ ചിലപ്പം റോങ് ആയ ഡിറക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആൻസൈറ്റി തോന്നുവാണ്, ഇത് വായിച്ചാൽ മതിയോ, ഇനിയും ഇതിന്റെ ഡെപ്തി വായിക്കണോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കൺസേൺഡ് ഫാക്കൽറ്റിയോട് യു എൻഗേജ് ഇൻ എ കോൺവെർസേഷൻ, ദേ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ സൈക്കോളജിയിലോ സോഷ്യോളജിയിലോ സോഷ്യൽ വർക്കിലോ നമ്മൾ PG എടുക്കാനോ PhD എടുക്കാനോ അല്ല. വി ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പൊ വേണ്ട രീതിയിൽ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ജോയിൻ ചെയ്ത ആർക്കും തന്നെ പഠിക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ കപ്പാസിറ്റി ഇല്ലാത്തവരോ അല്ല. പലപ്പോഴും നമ്മളുടെ ഡിറക്ഷൻ റൈറ്റ് ആകാതെ പോകുന്നതാണ് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെറിയ ഡ്രോബാക്സ് വരുന്നത്. അപ്പൊ എക്സ്ട്രാ റീഡിംഗ് എന്ന് പറഞ്ഞാലും എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മളുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് വായിക്കേണ്ടത്, ഒരു സബ്ജക്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ആ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ വായിക്കേണ്ടത്. പിന്നെ അതുപോലെ പലരും ചോദിക്കും, മാം ഇത് PSC ചോദിക്കുമോ? നമുക്കറിയില്ല. ഒരു ടോപ്പിക് എടുത്താൽ വന്നേക്കാവുന്ന നമ്മൾ PSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്തും നമ്മളുടെ എക്സ്പീരിയൻസസും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ടോപ്പിക്സ് എടുക്കുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല PSC ഇത് ചോദിക്കും എന്നുള്ളത്. കാരണം PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവരുടെ അവരുടെ കയ്യിലുള്ള സിലബസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്, PSC ഇത് ചോദിക്കുമോ എന്നുള്ള തരത്തിലെ ക്വസ്റ്റ്യൻസ് ദയവേതാരും ചോദിക്കരുത്. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്തുമാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എന്നാൽ കാട് കയറി പോകാതെ പ്രിപ്പയർ ചെയ്യാൻ വേണം. അപ്പൊ സ്മാർട്ട് ആയിട്ടാണ് നമുക്ക് നമ്മുടെ കോഴ്സിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. ആ രീതിയിലായിരിക്കും നമ്മളുടെ പ്രിപ്പറേഷൻ പോകാനായിട്ട് നിങ്ങളും വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൂടെ ഞാനും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് റൈറ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് വേണ്ടി. ഇനിയും എനിക്ക് അവസാനമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇന്നിപ്പോ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് പരിചയമുള്ള കുറച്ചു പേര് കാണും. സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒരു പക്ഷേ ഫെമിലിയർ ആയ ടോപ്പിക്സ് ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ICDSന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഫെമിലിയറൈസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കാം. പക്ഷേ സ്പാർക്കിന്റെ ക്ലാസ് എപ്പോഴും പോകുന്നത് ആദ്യമായിട്ട് ഒരു PSC എക്സാമിനും പഠിക്കാത്ത, ഈ സബ്ജക്ട് ഒട്ടും അറിയാത്ത ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ നീഡൂടെ നമ്മൾ കേറ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സസ് പോവുള്ളൂ. അപ്പൊ ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത തോന്നാം, പക്ഷെ നമ്മൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതിന്റെ കോപ്പറേഷൻ ഞാൻ ആദ്യം തന്നെ എല്ലാവരിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് ഈ ടോപ്പിക് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടിക്ക് മനസ്സിലാവണം. ആ ലെവലിലായിരിക്കും നമ്മൾ നമ്മളുടെ ക്ലാസ്സസ് ഓഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാച്ചിലുള്ള ആർക്കെങ്കിലും എന്ത് ഡൗട്ട് വന്നാലും, അയ്യോ മാം ഇത് ഒരിക്കൽ പറഞ്ഞതാ, ഇനി ഇത് ചോദിച്ചാൽ മോശമാകുമോ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്തെ, ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ബാക്കിയുള്ളവർ മനസ്സിലാക്കിയത് പലതവണ വായിച്ചതും പ്രിപ്പയർ ചെയ്തതും പഠിച്ചതിന്റെ ഫലമായിട്ടാണ്. നമ്മൾ ആ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗട്ട്സ് വന്നാൽ ഒരു തരത്തിലെ ഹെസിറ്റേഷനും ഒരു തരത്തിലെ ബുദ്ധിമുട്ടും വിചാരിക്കാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ
നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ വർക്കിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നമുക്കറിയാം, നമുക്ക് സിലബസ് വന്നിട്ടില്ല. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും സിലബസ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എക്സാമിന് നടന്ന സിലബസ് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബട്ട് സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മാക്സിമം ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഇൻ കേസ് ഒരു സിലബസ് റിവിഷൻ വന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ ക്ലാസ്സസ് ഒന്ന് അങ്ങനെ പ്ലാൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പാർട്ട് 3 സോഷ്യൽ വർക്കിനകത്ത് ആ ഒരു സെക്കൻഡ് ഹാഫ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെക്കൻഡ് ഹാഫ് ബേസിക്കലി ഡെവലപ്മെന്റൽ സൈക്കോളജി ആണ്. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജിക്കകത്ത് നമുക്കൊരു 4 തിയറിസ്റ്റുകളുടെ ഡെവലപ്മെന്റ് തിയറീസ് പഠിക്കാനുണ്ട്. അതുകൂടാതെ ബാക്കി പോർഷൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ചു പേർക്കെങ്കിലും ഡിഫിക്കൽട്ടി തോന്നിയേക്കാവുന്നത് ആ മേജർ തിയറീസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ചൈൽഡ്ഹുഡിന്റെ ഡെവലപ്മെന്റൽ ടാസ്കും അഡോളസൻസിന്റെ അത്രയും ഡെവലപ്മെന്റൽ ടാസ്കും ചേഞ്ചസും ഒക്കെയാണ്. ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പാർട്ട് 3 സോഷ്യൽ വർക്കിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഡെവലപ്മെന്റൽ സൈക്കോളജി, എറിക്സൺ, പിയാഷെ, കോൾബർഗ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇത്രയും പേരുടെ മേജർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്. പിന്നെ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് ഏർലി ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ്. അതുകൂടാതെ ബയോഫിസിക്കൽ, കോഗ്നിറ്റീവ്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് പ്യൂബർട്ടി, പിന്നെ അഡോളസൻസിൽ കാണപ്പെടുന്ന മറ്റു അവരുടെ ചില ഡെവലപ്മെന്റൽ ടാസ്കുകൾ. ഇതാണ് ആ മൊഡ്യൂൾ 3 ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. അപ്പൊ ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇന്നത്തെ സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ, ഓഡിബിൾ ആണ്. ഹലോ, കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ. സോ ജീൻ പിയാഷെ, ബേസിക്കലി പിയാഷെ ഒരു സ്വിസ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ഇതില് പിയാഷെയുടെ 1-2 മേജർ ബുക്സിന്റെ പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ഒക്കെ ബുക്കും ഓതറോടും ഒക്കെ വരാം. നമ്മൾ എല്ലാ തരത്തിലെ ക്വസ്റ്റ്യൻസും നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് അങ്ങനത്തെ ബുക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിയാഷെ ശരിക്കും പറഞ്ഞ സുവോളജിയിൽ ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണ്. ലേറ്റർ ഓൺ ഹിസ് വർക്ക് വാസ് ബേസിക്കലി ഓൺ ഡെവലപ്മെന്റ് റിലേറ്റഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. അപ്പൊ പിയാഷെയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ് ലോജിക്, റീസണിങ് ആൻഡ് ജഡ്ജ്മെന്റ്, കൺസ്ട്രക്ഷനിസം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത്. പിയാഷെയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ തിയറി ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. എന്താണ് പിയാഷെയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ അദ്ദേഹം പറയുന്നത്? ഓക്കെ. അപ്പൊ ബേസിക്കലി അദ്ദേഹത്തിന്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നത്, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ബോൺ ആസ് കോഗ്നിറ്റീവ് ബീയിങ്സ് എന്ന് വെച്ചാൽ ജനിക്കുന്ന ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല, അങ്ങനെ ആയിട്ടല്ല അവർ ജനിക്കുന്നത്. പിയാഷെ ഹാസ് വ്യൂഡ് ചിൽഡ്രൻ ആസ് കൺസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ. അപ്പൊ പിയാഷെ പറഞ്ഞത് കുട്ടികൾ എന്താണ്, കൺസ്ട്രക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ കുട്ടികൾ കൺസ്ട്രക്റ്റീവ് ആണെന്ന് വെച്ചാല് അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി. അപ്പൊ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള ചില കപ്പാസിറ്റീസ് ഉണ്ടല്ലേ, ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ യുവർ ജെനറ്റിക്. അപ്പൊ ആ കപ്പാസിറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ഇടപഴകുന്നത് കൊണ്ട് നമ്മൾ നോളജിനെ കൺസ്ട്രക്ട് ചെയ്യാണ്. അതൊരു ആക്റ്റീവ് പ്രോസസ്സാ. വെറുതെ ഇരുന്ന് നമ്മൾ നോളജ് ഉള്ള ആൾക്കാരായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. നമ്മൾ എഫേർട്ട് എടുത്ത് ഇന്ററാക്ട് ചെയ്ത് എൻവയോൺമെന്റുമായിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ നോളജ് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസസ് എന്ന് മനസ്സിലാക്കുക. നമുക്കുള്ള ഓരോ അറിവും, നോളജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളും ടെർമിനോളജീസോ മാത്രമല്ല. ഒരു ചൂടുള്ള പാത്രത്തിൽ കൈ തൊട്ടാൽ കൊള്ളും എന്നുള്ളതും ഇസ് ഓൾസോ നോളജ്. അപ്പൊ ഇങ്ങനെ ഈ നോളജ് എല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഇന്ററാക്ടിങ് വിത്ത് അവർ എൻവയോൺമെന്റ്. അതുകൊണ്ട് തന്നെ ഓർത്തോള പിയാഷെയുടെ അപ്രോച്ചിന്റെ നേച്ചർ എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ. ഓർക്കാൻ എളുപ്പമുണ്ട്. വൈ? ബിക്കോസ് വി ആർ കൺസ്ട്രക്ടിങ് അവർ നോളജ്. നമ്മുടെ നോളജിനെ നമ്മൾ എന്ത് ചെയ്യാണ്?
കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ പിയാഷെ പറഞ്ഞത് വെച്ചിട്ട് കുഞ്ഞുങ്ങള് അവരുടെ ഇന്നേറ്റ് കപ്പാസിറ്റീസും അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷനും ഒക്കെ വെച്ചിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്ത് അവരുടെ കോഗ്നേറ്റീവ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്താണ് പോകുന്നത്. ആ പോകുന്നത് എങ്ങനെയാണ്? 4 സ്റ്റേജസിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു കപ്പാസിറ്റി കോഗ്നേറ്റീവ് കപ്പാസിറ്റി എൻഹാൻസ് ആകുന്നത് 4 സ്റ്റേജസിലൂടെയാണെന്നാണ് പിയാഷെ പറഞ്ഞത്. അപ്പൊ പിയാഷെയുടെ ഈ ഫ്രെയിംവർക്കിനെ പിയാഷെ പറഞ്ഞത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. ഈ ടേം ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ സ്കിന്നറിന്റെ തിയറി എന്ന് പറഞ്ഞാൽ സ്കിന്നർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിൽ ഒപ്പേറന്റ് കണ്ടീഷനിങ് വരും അല്ലെ. പാവ്ലോവ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയും. പക്ഷെ ഇതല്ലാതെ ഇതിനെ വേറൊരു ചില പേരുകളിലൂടെ പറയും. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്ന് പറയും. ആ പേര് ചിലപ്പോൾ നമുക്ക് അറിയണം എന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പർപ്പസീവ് ബിഹേവിയറിസം എന്ന് പറയും. ഇത്തരം പേരുകൾ ചിലപ്പോൾ നമ്മൾ അത്ര ഫെമിലിയർ ആവത്തില്ല. അപ്പൊ നമുക്ക് പിയാഷെയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നറിയാം. പക്ഷെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിനെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാ പറയുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടേക്കാണ് PSC നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4 സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആരാ തന്നെയെന്ന് ചോദിച്ചാൽ നമുക്ക് ജീൻ പിയാഷെ എന്നറിയാം. പക്ഷെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള ഫ്രെയിംവർക്ക് ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകായിരിക്കും. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പൊ പിയാഷെയുടെ ഫ്രെയിംവർക്കിനെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ തിയറി ഓഫ് നോളജ്. ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ മറ്റൊരു പേരാണ് ഡെവലപ്മെന്റൽ തിയറി ഓഫ് നോളജ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിൽ നോളജ് ഡെവലപ്പ് ആകുന്നത് എന്നറിയാൻ അദ്ദേഹം ശ്രമിച്ചത് കൊണ്ടാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നിടം തൊട്ട് അഡോളസൻസ് വരെയുള്ള കാലഘട്ടമാണ് പിയാഷെ പഠിച്ചത്. ഈ ഇത്രയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം എങ്ങനെയാണ് ഒരു കുട്ടി നോളജ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ അറിയാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ തിയറിയിൽ കണ്ടതുകൊണ്ടാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻബോൺ എബിലിറ്റി വെച്ചുകൊണ്ട് ഹൗ ദ ചൈൽഡ് ഈസ് കൺസ്ട്രക്ടിങ് നോളജ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ തിയറിയുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രത്യേകതയാണ് എന്ത്? ചിൽഡ്രൻ പാസ് ത്രൂ സ്റ്റേജസ്. അദ്ദേഹത്തിന്റെ തിയറിയുടെ അതെ, ഈ ക്യാമറ ഓൺ ആണ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, അവിടെ ബഫറിംഗ് വരുന്നുണ്ടോ, ഇഷ്യൂ വരുന്നുണ്ടോ? ഇപ്പം എനിക്ക് പ്രശ്നം തോന്നുന്നില്ല മാം. ഓക്കെ, അങ്ങനെ പ്രശ്നം. വേറെ ആരെങ്കിലും കൂടെ റെസ്പോണ്ട് ചെയ്യാവോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതിലോ കാണുന്നതിലോ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ? ഓക്കെ, അപ്പോ പിയാഷെയുടെ തിയറിയുടെ അദ്ദേഹത്തിന്റെ തിയറി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റേജസിലൂടെയാണ് പിയാഷെയുടെ തിയറി ചിൽഡ്രൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് പിയാഷെ പറഞ്ഞത്. അതായത് ആദ്യം സ്റ്റേജ് 1 ഉണ്ട്. ആ സ്റ്റേജസിന്റെ പേര് ഞാൻ പറയാം. അപ്പൊ ആദ്യം ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് തിയറിസ്റ്റ് ആണ്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, 2 പോയി, 3 പോയി, 4 പോയി, ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പടി കയറുന്ന പോലെ പോകുന്നതാണ് സ്റ്റേജ് തിയറിസ്റ്റുകളുടെ ഒരു വാദം, ഡെവലപ്മെന്റ്. അപ്പൊ പിയാഷെ ഒരു സ്റ്റേജ് തിയറിസ്റ്റ് ആണ്. സ്റ്റേജ് തിയറിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഡെവലപ്മെന്റ് ഓരോരോ സ്റ്റേജസിലൂടെയാണ് പോകുന്നത്. സോ ഒന്നാമത്തെ പ്രത്യേകതയാണ് പിയാഷെയുടെ തിയറിയുടെ സ്റ്റേജിലൂടെയാണ് ഡെവലപ്മെന്റ് പോകുന്നത്. ചിൽഡ്രൻ ഡെവലപ്പ് ത്രൂ സ്റ്റേജസ്. ഇനി രണ്ടാമത്തെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ ഇൻവേരിയന്റ്. ദി സ്റ്റേജസ് ആർ ഇൻവേരിയന്റ്. സ്റ്റേജസ് ആർ ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഒരു കുട്ടിക്ക് 3ലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. 2 കഴിഞ്ഞിട്ടേ 3ലേക്ക് പോകാൻ പറ്റുള്ളൂ. 3 കഴിഞ്ഞിട്ടേ 4ലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. ഒരു ഫിക്സ്ഡ് ഓർഡറിലാണ്. 1 കഴിഞ്ഞാൽ 2ലേക്ക് തന്നെ പോകണം. അതായത് 1ാം ക്ലാസ് കഴിഞ്ഞാൽ 2ാം ക്ലാസ് പഠിക്കാതെ നമുക്ക് 3ാം ക്ലാസ് പോകാൻ പറ്റത്തില്ല. അതുപോലാണ് പിയാഷെയുടെ സ്റ്റേജ് തിയറി അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ ഫ്രെയിം ചെയ്തെടുത്ത തിയറിയാണ്. ആൻഡ് വാട്ട് ഹി ഹാസ് ഒബ്സർവ്ഡ് ഈസ് ദി സ്റ്റേജസ് ആർ ഇൻവേരിയന്റ്. ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിലൂടെ തന്നെ പോകത്തുള്ളൂ കുഞ്ഞുങ്ങളിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്.
ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് യൂണിവേഴ്സൽ ആണ്. ഈ സ്റ്റേജസ് ആർ യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ എന്ന് വെച്ചാല് എറണാകുളത്തിരിക്കുന്ന എന്റെ മോള് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ട്രിവാൻഡ്രത്തിരിക്കുന്ന വേറെ ആരുടെങ്കിലും കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണോ ഡെവലപ്പ് ആകുന്നത് അതുപോലെ തന്നെ ആയിരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആളുകളുടെ കുട്ടികളും. അപ്പൊ യൂണിവേഴ്സൽ ആണ്. പക്ഷേ എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരാം എന്ന് വെച്ചാൽ ദ സ്പീഡ് വിത്ത് വിച്ച് ദ ട്രാൻസിറ്റ് ഫ്രം വൺ സ്റ്റേജ് ടു ദ നെക്സ്റ്റ്. അത് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലേഷനും കുഞ്ഞിന്റെ കപ്പാസിറ്റി അനുസരിച്ചും ഇരിക്കും. അപ്പൊ നമ്മൾ പറയാം കുഞ്ഞുങ്ങൾ 6 മാസമൊക്കെ ആകുമ്പോൾ കമന്നു വീഴും. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. 6 മാസമൊക്കെ ആകുമ്പോൾ കമന്നു വീഴും. പക്ഷെ 3 മാസം കഴിയുമ്പോൾ കമന്നു വീഴുന്ന കുട്ടിയുണ്ട് അല്ലെ? പിന്നെ അതല്ലെങ്കിൽ 7 മാസത്തിൽ കമന്നു വീഴുന്ന കുട്ടിയുണ്ട്. അത് കുഞ്ഞിന്റെ കപ്പാസിറ്റിയും പിന്നെ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലേഷൻ, നമ്മളൊരു എൻറിച്ചിങ് എൻവയോൺമെന്റ് ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന എടുത്താൽ നന്നായിട്ട് കുട്ടികളോട് സംസാരിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളോട് സംസാരം എൻകറേജ് ചെയ്യും, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടെ വേഗം സംസാരിക്കും. ഓക്കെ, പക്ഷെ ഓർക്കേണ്ട കാര്യം എന്താ, യൂണിവേഴ്സൽ ആണ്. കമന്ന് വീഴാതെ ആ കുഞ്ഞ് ആദ്യം എഴുന്നേറ്റ് നടക്കത്തില്ല. നടന്നിട്ടല്ല കമന്ന് വീഴുന്നത്, ആദ്യം എന്ത് ചെയ്യും, കമന്ന് തന്നെ വീഴും. അതാണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് പോയി അല്ലേ? അല്ല, എനിക്ക് പോയോ? വേറെ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? എനിക്കിപ്പോഴും മേജർ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലുണ്ട്. പ്രസന്റിംഗ് കാണിക്കുന്നത് മേജർ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഇപ്പൊ കാണാം. ഓക്കെ, അപ്പോ ഈ സ്റ്റേജസ് യൂണിവേഴ്സൽ ആണ്. പക്ഷെ എന്നിരുന്നാലും ചെറിയ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരാം. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ സ്റ്റേജസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ ഇത്തരം പോർഷൻസിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത്തരം പോർഷൻസിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇത് നമുക്ക് മനസ്സിലാക്കിയാലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഇവര് സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ട് ചോദിക്കുമ്പോഴും ഇപ്പൊ നമ്മുടെ സ്ലൈഡ്സിൽ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ്സ് എടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ നിന്നാണ്, നമ്മൾ ഗൂഗിൾ സോഴ്സസിൽ നിന്നല്ല എടുത്തിട്ടുള്ളത്. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിലെ പോയിന്റ്സ് അങ്ങനെ തന്നെ ആവില്ല അവർ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തരുന്നത്. ഇതിന്റെ അർത്ഥം വരുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റിത്തരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതറിയാമായിരിക്കും, നമ്മൾ ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പം ഇതേ സെന്റൻസസോ ഇതേ പോയിന്റ്സോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി പോകാം. ഡിഫിക്കൽറ്റി വരുന്നിടത്ത് പറയുക, സ്പീഡ് ആകുമ്പോൾ പറയുക, സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജസ് എല്ലാം എന്താണ്, യൂണിവേഴ്സൽ ആണ്. ഓക്കെ, ഇനി പിയാഷെയുടെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ചിൽഡ്രൻ ലേൺ ബൈ ഡൂയിങ് തിങ്സ്. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്. കുട്ടികൾ എങ്ങനെയാ പഠിക്കുന്നത്, മറ്റൊരാള് പറയുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ വായിച്ചു കൊടുത്തോ ആണോ പഠിക്കുന്നത്? അല്ല, അവര് ചെയ്താണ് പഠിക്കുന്നത്. കുഞ്ഞുങ്ങൾ എപ്പോഴും അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ചെയ്തിട്ടാണ്. ആൻഡ് ഈ ചെയ്യുന്നതിനും അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ അറിയാം, ഈ 2 കുട്ടികളും കാര്യങ്ങൾ പഠിക്കുന്നതും അവരുടെ എൻവയോൺമെന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആയിരിക്കും. രണ്ടും ഒരുപോലെ ആയിരിക്കത്തില്ല കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് ദാറ്റ് ചിൽഡ്രൻ ഹാവ് ദെയർ ഓൺ വേ ഓഫ് ലേണിംഗ്. നമുക്ക് അവരെ അത്രത്തോളം നമ്മൾ പറയുന്ന പോലെ അവർ ഫോളോ ചെയ്യത്തില്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ആൻഡ് ദേ ആർ വെരി ഇമാജിനേറ്റീവ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം കുഞ്ഞുങ്ങൾ എന്താണ്, ക്രിയേറ്റീവും ആണ്, ഇമാജിനേറ്റീവും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിയാഷെയുടെ ഒരു വാദം, വി ഷുഡ് നോട്ട് റെസ്ട്രിക്ട് ദ ചിൽഡ്രൻ. അവർ മിസ്റ്റേക്സ് ചെയ്യുമ്പം അവരെ റെസ്ട്രിക്ട് ചെയ്യാനോ പണിഷ് ചെയ്യാനോ നിൽക്കരുത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ബ്ലോക്കിംഗ് ദർ കോഗ്നിറ്റീവ് കപ്പാസിറ്റി. അവര് പഠിക്കുന്നതിൽ നിന്നും നമ്മൾ അവരെ തടയുവാണെന്നാണ് പിയാഷെയുടെ ഒരു വാദം. അപ്പൊ അദ്ദേഹത്തിന്റെ മേജർ തിയററ്റിക്കൽ ഫ്രെയിംവർക്സ് ഇതാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്?
ഓക്കെ, സ്പീഡ് കൂടുതലോ കുറവോ അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? ഓക്കെ മാം, ഓക്കെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു പേസ് പിടിച്ചു പോവാണേ. ഇനി പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന തിയറി അദ്ദേഹം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്?